മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, എപ്പോഴും നിങ്ങളെ യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നു പോലുമില്ല, ആരും നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാവുക എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം അല്ല, കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, എക്സൽ അറ്റ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് അവരും എൻഗേജ് ആവുന്ന രീതിയിൽ സംസാരിക്കുക. ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ കംഫർട്ടബിൾ ആവുക. ഭയങ്കര വൾഗറായിട്ട് അല്ലെങ്കിൽ ഒരു മാനേഴ്സ് ഇല്ലാതെ സംസാരിക്കരുത്. അതേപോലെ എപ്പോഴും ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചുമ്മാ സംസാരിക്കുക മാത്രമല്ല, അതോടൊപ്പം കേൾക്കുക കൂടി ചെയ്യണം. യു ഹാവ് ടു ലിസൺ. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂടി നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ് ബോഡി ലാംഗ്വേജ്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക, സ്റ്റഡി ആയിട്ട് സംസാരിക്കുക. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് എടുത്തു കാണിക്കും ആൻഡ് പീപ്പിൾ വിൽ റെസ്പെക്ട് യു. നമ്പർ 2, കീപ് യുവർ ഇമോഷൻസ് ഇൻ ചെക്ക്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളെ ഒരു മോശം സിറ്റുവേഷനിൽ കൊണ്ടുചെന്ന് എത്തിക്കും. ഇപ്പോൾ ഈ ജയിലിലൊക്കെയുള്ള ആൾക്കാർ അവരെല്ലാവരും ഭയങ്കര ക്രിമിനൽസ് ഒന്നും ആയിരിക്കില്ല. പല ആളുകൾക്കും എന്താ സംഭവിച്ചിട്ടുണ്ടാവുകയെന്നറിയോ? പെട്ടെന്നുള്ള ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ തനിക്കൊരു കയ്യബദ്ധം പറ്റിയതായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിരിക്കണം. ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും വളരെ കാമായിട്ട് സംസാരിക്കാൻ കഴിയണം. പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യരുത്. യു ഹാവ് ടു ബി കൂൾ. ഓക്കെ. അതേപോലെ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറി അങ്ങ് റിയാക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവരുത്. പകരം ആ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. അതെങ്ങനെ സോൾവ് ചെയ്യാം അതിൽ ഫോക്കസ് ചെയ്യാം. വേഗം പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടാനോ ഒന്നിനും നിൽക്കരുത്. കാരണം അതൊക്കെ കാര്യങ്ങളെ കൂടുതൽ മോശമാക്കുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ വളരെ കാമായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് കണ്ടാൽ ആളുകൾ നിങ്ങളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്പർ 3, സേ നോ മോർ ഓഫൺ. ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ എല്ലാത്തിനോടും യെസ് പറയുകയാണെങ്കിൽ, കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും എന്നാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. കാണുന്ന എല്ലാത്തിനോടും നിങ്ങൾ യെസ് പറയരുത്, സമ്മതിക്കരുത്. നോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്, ക്വാണ്ടിറ്റിയേക്കാൾ ഉപരി ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതിനെ എടുത്തു കാണിക്കും. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ പറയുന്ന രീതി. എന്ത് പറയുന്നു എന്നുള്ളതും അതെങ്ങനെ പറയുന്നു എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പൊളൈറ്റായിട്ട്, ഫ്രാങ്ക് ആയിട്ട് ആൻഡ് ഒരു പുഞ്ചിരിയോട് കൂടി നോ പറയാം. ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല, മറിച്ച് നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. എക്സ്ട്രാ ഒരു കാര്യം കൂടി ഏറ്റെടുത്ത് നിങ്ങൾക്ക് ചെയ്യാനിപ്പോൾ സമയമില്ല, അതുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് കൂടി മനസ്സിലാവണം. നോ എന്ന് പറയുമ്പോൾ അതിനൊരു ഗിൽറ്റി ഫീലിംഗ് ഒന്നും വേണ്ട. പകരം ജസ്റ്റ് ഫീൽ ഗുഡ് അബൌട്ട് സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ്. നമ്പർ 4, ഹാവ് ആൻ ഒപ്പീനിയൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം. അതിപ്പോൾ ഒരു ഐഡിയ ആയിക്കോട്ടെ, തോട്ട് ആയിക്കോട്ടെ, ഒരു പ്രൊട്ടസ്റ്റ് ആയിക്കോട്ടെ, വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയാം. ഒന്നും മിണ്ടാതെ നിൽക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ ഒരിക്കലും പേടിക്കരുത്. നമ്മുടെ മനസ്സിലുള്ളത് പറയാൻ ധൈര്യം കാണിക്കുന്നവരെ, അതിനുള്ള ഗട്ട്സ് ഉള്ളവരെ ആളുകൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യും. ബട്ട് ഡോണ്ട് ബി അഗ്രസീവ്. ഓക്കെ. നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്, അത് ഡയറക്റ്റായിട്ട് പറയാം. സോ നിങ്ങൾക്ക് ഈ ഒരു ശീലം ഇതുവരെ ഇല്ലെങ്കിൽ അതിന് മുതൽ കൊണ്ടുവന്നോളാം. എന്ന് വെച്ച് എല്ലായിടത്തും പോയിട്ട് ഒപ്പീനിയൻ പറയുന്നൊന്നും വേണ്ട. നിങ്ങളുടെ ഒപ്പീനിയൻ മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള സ്ഥലത്ത് കയറിയിട്ട് ഒപ്പീനിയൻ പറയാം. ചുമ്മാ ആവശ്യമില്ലാത്ത വയ്യാവേലുകളൊന്നും എടുത്ത് തലയിൽ വെക്കരുത്. ഓക്കെ. നമ്പർ 5, സേ സംതിങ് വെൻ യു ആർ ബീങ് മിസ്ട്രീറ്റഡ്. ആരെങ്കിലും നിങ്ങളെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കരുത്. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. ആക്ച്വലി ഇത് കുറച്ച് സ്കെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. ഒരാൾ നിങ്ങളെ ആവശ്യമില്ലാതെ ചുമ്മാ ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കരുത്. കളിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിന്നു കൊടുക്കരുത്. പകരം അവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് പറയാം, എന്നിങ്ങനെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല, ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, ഇനിയും നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതിനാവില്ല എന്ന് അവരോട് പറയാം. ഡോണ്ട് ബി ടു അഗ്രസീവ്. ഒരു ടാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് പൊളൈറ്റ് ആയിട്ട് പറയാം. അതേപോലെ വെൻ യു സ്പീക്ക്, മേക്ക് ഷുവർ യു ലിറ്ററലി സ്പീക്ക്. ക്ലിയർ ആയിട്ട്, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് സംസാരിക്കുക, അല്ലാതെ ചുമ്മാ പെറുപിറുക്കാൻ നിൽക്കരുത്. അതേപോലെ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. താഴത്തേക്കും സൈഡിലേക്കും ഒന്നും നോക്കിയിട്ടല്ല സംസാരിക്കേണ്ടത്, ഡയറക്റ്റ് അവരുടെ കണ്ണിൽ നോക്കി പറയാം. യു ഹാവ് ടു ബി കോൺഫിഡൻറ്റ്. ഓക്കെ. നമ്പർ 6, കീപ് യുവർ വേർഡ്. നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് കൃത്യമായിട്ട് പാലിക്കാം. അല്ലാതെ നിങ്ങൾ പറയുന്നത് ഒരു കാര്യവും ചെയ്യുന്നത് വേറൊരു കാര്യമാണെങ്കിൽ പിന്നെ ആളുകൾ നിങ്ങളെങ്ങനെ വിശ്വസിക്കാം, എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുക? പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക. ആൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും പ്രോമിസ് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാവുക. ഓണസ്റ്റ് ആയിരിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. അതേപോലെ എവിടെയും ലേറ്റായിട്ട് എത്തരുത്, ലേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യരുത്. അതിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ആയിക്കോട്ടെ, മീറ്റിംഗ് ആയിക്കോട്ടെ, ഡെഡ് ലൈൻ, എന്തായാലും ശരി പറഞ്ഞ സമയത്ത് തന്നെ എത്തുക, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റെസ്പെക്റ്റ് നഷ്ടപ്പെടും. ബിക്കോസ് അവർ ചിന്തിക്കും നിങ്ങൾ അവരുടെ സമയം വാല്യൂ ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നിങ്ങളെയും റെസ്പെക്ട് ചെയ്യും. ഓക്കെ. നമ്പർ 7, സ്റ്റാൻഡ് അപ്പ് ഫോർ സംവൺ എൽസ്. സോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞല്ലോ, അതേപോലെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങൾ നിൽക്കുക. സ്റ്റാൻഡ് അപ്പ് ഫോർ സംവൺ എൽസ്. വേറൊരാളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കാണുകയാണെങ്കിൽ, എസ്പെഷ്യലി അവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അവർക്കൊപ്പം നിൽക്കുക. പക്ഷേ എല്ലായിടത്തും കയറിയിട്ട് തല വെച്ച് കൊടുക്കുന്നു വേണ്ട, ആവശ്യമുള്ളവർക്ക് മാത്രം മതി. സറൗണ്ടിങ്സ് ശ്രദ്ധിക്കുക. ആൻഡ് ടേക്ക് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഷോ എംപതി ടുവേർഡ്സ് അതേഴ്സ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആണ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആൾക്ക് നിങ്ങളുടെ അടുത്ത് റെസ്പെക്റ്റ് വരും. റൈറ്റ്. അതേപോലെ നിങ്ങൾക്കൊരു സഹായം വേണമെങ്കിൽ അത് മറ്റുള്ളവരടുത്ത് ചോദിക്കുക, അതിനും മടി കാണിക്കരുത്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട 7 ടൈപ്സ് ഓഫ് ആളുകൾ ഏതൊക്കെയാണ് എന്നറിയാനായിട്ട് ലെഫ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യാം. സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചൊരു കഥ കേൾക്കാനായിട്ട് റൈറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.